നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളാണ്. നേര്യമംഗലം കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ ഈ വീഡിയോയെ പറയാം. നമ്മളിപ്പോൾ പോകുന്നത് നേര്യമംഗലം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിൽ 108 ധർമ്മശാസ്താ ക്ഷേത്രങ്ങളുണ്ടെന്നാണ് കണക്ക്. അതിലൊന്നാണ് നേര്യമംഗലം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഈ കാണുന്നതാണ് നേര്യമംഗലം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും നേര്യമംഗലം ഹൈസ്കൂള്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നടുക്കൂടെയാണ് ഈ പാത പോകുന്നത്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം വഴി അകത്തേക്ക് പോകാം. ഇവിടെ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് വളരെയധികം വിശാലമായ കോമ്പൗണ്ടുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുകയാണെന്നാണ് നമ്മളുടെ വണ്ടി ഓടിക്കുന്ന രഞ്ജിത്ത് പറഞ്ഞത്. അതിൻ്റെ കുറച്ച് ശിലകളൊക്കെ, കൊത്തുപണി ചെയ്ത ശിലകളൊക്കെ ഈ കോമ്പൗണ്ടിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു. കേരളത്തിലെ 108 ശാസ്താ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ളത് ശബരിമലയാണ്. പിന്നെയുള്ളത് കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അയ്യങ്കോവിൽ. ഈ 4 ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ഈ എല്ലാ ക്ഷേത്രങ്ങളും തന്നെ വനത്തിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ വനത്തിന് നടുക്കോ ആണോ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ ഈ നേര്യമംഗലം ക്ഷേത്രവും നേര്യമംഗലം വനത്തിനോട് ചേർന്ന് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്തെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ തൊട്ട് സൈഡിലൂടെ അല്ലെങ്കിൽ ഈ ക്ഷേത്രം ഇരിക്കുന്നത് പെരിയാറിൻ്റെ കരയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, പെരിയാറിൻ്റെ കരയിലിരിക്കുന്ന ഇത്ര ഭംഗിയുള്ള ക്ഷേത്രം. ഈ പടവുകൾ ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ പെരിയാറിലേക്കാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇപ്പോൾ പെരിയാർ കരിതുള്ളി ഒഴുകുന്ന സമയമാണ്. അതുപോലെ മഴക്കാലത്താണ് ഈ ഷൂട്ട് ചെയ്തത്. ഇന്നലെയും നല്ല മഴയായിരുന്നു ഇവിടെ. ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് ഭംഗിയാണെന്ന് നോക്കി. വളരെ പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ചുറ്റും പച്ചപ്പും. ഇപ്പോൾ ഈ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുമുണ്ട് ഈ ക്ഷേത്രത്തിന്. എല്ലാ വർഷവും 5 ദിവസം മകരവിളക്ക് മഹോത്സവം വളരെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രവുമാണ് ഇതെന്ന് ഓർക്കുക. പ്രധാന ഉപദേവതയായിട്ടുള്ള മാളികപ്പുറം ഈ ക്ഷേത്രത്തിന് പുറത്താണ് ഉള്ളത്. ഇതാണ് മാളികപ്പുറത്തിൻ്റെ സ്ഥാനം. ഞങ്ങൾ വന്നതൊരു ഉച്ച സമയത്താണ്, അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. കോതമംഗലം അടിമാലി റൂട്ടിൽ നേര്യമംഗലത്തു നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത കാഴ്ചകളും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.